തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടെ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവരോടുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മയിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യമേറിയ പദവിയെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എസ്പെഷ്യലി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പ്രിയ ബിൽസിസ്റ്ററോട് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ലൈഫിലെ എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ലൈഫിൽ തന്നെ ആത്മീയ ജീവിതത്തിൽ തന്നെ ചേഞ്ച് വരുത്തിയതായ ഒരു മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ മീറ്റിംഗ്. ആ മീറ്റിംഗ് എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ചുരുക്കി പറഞ്ഞു, വേഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 1-2 ദിവസത്തെ ഉറക്കം കളഞ്ഞ മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗ് എന്ന് ഞാൻ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, സങ്കടത്തോടെയല്ല, സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ആ മീറ്റിംഗ് എൻ്റെ ലൈഫിൽ, എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വളരെയധികം ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായ നന്ദിയോടെ സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ എൻ്റെ വചന പഠനത്തിന്റെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല, അതിന്റെ പുറകിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു കൂട്ടം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വെറുതെയല്ല, നാം കൂടി വരുന്നതായ ഒരു കൂടിവരവും വെറുതെയല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മാത്രമാണ് കാരണമാകുന്നത്. ഒരു സമയത്തേക്ക് ചിലപ്പോൾ നമുക്കതൊക്കെ ഒരു വിഷമമായിട്ടും സങ്കടമായിട്ടും ഒക്കെ മാറിയേക്കാം. എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ച് പിന്നത്തേതിൽ അതൊക്കെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആ മീറ്റിങ്ങിന് ശേഷമായിട്ട് എൻ്റെ പിറ്റേ ശനിയാഴ്ച നമ്മുടെ മീറ്റിംഗ് ഏത് ദിവസമായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? കറക്റ്റ് ഡേ ബുധനോ വ്യാഴം അങ്ങനെ അത് കഴിഞ്ഞുണ്ടായിരുന്ന അത് കഴിഞ്ഞുള്ള ശനിയാഴ്ച ഞങ്ങള് ശുശ്രൂഷകന്മാരുടെ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. അപ്പോ ആ മീറ്റിങ്ങിന് ഞങ്ങൾ അവിടെ കടന്നുപോയി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു ഡിസംബർ മാസം അറ്റാക്ക് വരികയും 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിന് സ്റ്റഡ് ഇടുകയൊക്കെ ചെയ്തതാണ്. ഈ ശുശ്രൂഷകന്മാരുടെ മീറ്റിങ്ങിന്റെ അന്ന് അവിടെ പോയിരുന്നു, പ്രാർത്ഥിച്ചെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ആരാധന കഴിഞ്ഞ് തൊട്ട് പുറകെ പെട്ടെന്ന് ഫിറ്റ്സ് വരുന്നത് പോലെ എനിക്ക് എൻ്റെ ഒരു സൈഡെല്ലാം പെട്ടെന്ന് ഈ സ്ട്രോക്ക് വരുന്നത് പോലെയൊക്കെ വന്നു. നിങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ആയിരിക്കും, നിങ്ങൾക്കൊക്കെ അതിന്റെ എന്താ പറയാ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അന്നത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ വീണു. ഞാൻ എല്ലാവരും കസേരയിലും ഞാൻ താഴെയാണ് ഇരുന്നത്, മുട്ടുമടക്കിയിരുന്നു. അവിടെ ഞാൻ വീണു. എന്നെ പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ECG ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം നോർമൽ ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ EEG ടെസ്റ്റ് ഒക്കെ ചെയ്തു, എല്ലാം നോർമലാണ്, എല്ലാം കുഴപ്പമൊന്നുമില്ല. അത് ഒരു വലിയ ഒരു അതുകൊണ്ട് തന്നെ വീണ്ടും കുറെ കൂടെ ഒതുങ്ങിയിരിക്കാനായിട്ടുള്ള ഒരവസരം ദൈവം തന്നു. വീണ്ടും ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മളെ കുറച്ചുകൂടെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടി പലതരത്തിലുള്ളതായ പദ്ധതികളും ശത്രുവായ്പ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നിടും, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിന് ഇനിയും നമ്മളെ കൊണ്ട് പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുണ്ട്, ദൈവം നമ്മളെ ഉപയോഗിപ്പാനുണ്ട്, ദൈവം നമ്മളെ വീണ്ടും ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ആകയാൽ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകാൽ നമ്മുടെ പരസ്യയോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ വളരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ദേഷ്യത്തോടു കൂടി എന്നെ നോക്കേണ്ട. ഇന്നലത്തെ ഒരു ലൈവ് കണ്ടതിന്റെ പേരിൽ ആണ് നിങ്ങളൊക്കെ ഇത്രയും ഭീകരമായിട്ട് എന്നെ നോക്കുന്നതെങ്കിൽ അതിന്റെ പുറകിലുള്ള കുറെ കാര്യങ്ങൾ ലൈവ് എടുത്തില്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈവ് ആണെന്നുള്ളത് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. ഈ മനുഷ്യൻ ആദ്യം വന്ന് ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയല്ല കേട്ടോ, ഇദ്ദേഹം ആദ്യം വന്നിട്ട് പറഞ്ഞു ഞാൻ ഹൈക്കോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരാളാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്തൊക്കെ അതിനുശേഷം സോളമൻ പാസ്റ്റർ രണ്ടാമത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ട് ആ രണ്ടാമത്
ഇതിന്റെ ഫസ്റ്റ് ഭാഗം കൂടി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അതിലൊക്കെ ഞാൻ വളരെ ശാന്തമായിട്ട് പോയി ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു 3 വർഷം വർക്ക് ചെയ്ത ഒരു സ്ഥലമാണ് ആ പർട്ടിക്കുലർ ഏരിയ. അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളെ എനിക്കറിയാം. അവിടെയുള്ള കുറെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ വന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇവരൊക്കെ ഞങ്ങളോട് പറഞ്ഞ് നടത്തിക്കൊള്ളാം. അപ്പൊ ഇദ്ദേഹം ഇതൊക്കെ ഹൈക്കോർട്ടിലെ ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അല്പം ഒതുങ്ങിയൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിനാണ് അവിടെയുള്ള ഒരു കടക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ അവൻ ഇവിടെയുള്ള അല്ല, അവൻ എറണാകുളത്തുള്ളതാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം നമ്മളെ പറ്റിക്കുകയായിരുന്നെന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും അന്നേരം എവിടെ നിന്നും അറിയാതെ ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ശക്തമായിട്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചത്. എന്തായാലും കൃപയാൽ വളരെ അനുഗ്രഹകരമായ നിലയിൽ മീറ്റിങ്ങുകളൊക്കെ നടക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഒരിക്കലും ഞാൻ ഇതുവരെയും പരസ്യയോഗങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം മിനിങ്ങാന്നത്തെ ആ പരസ്യയോഗത്തിനകത്ത് ഒരു ഞങ്ങള് നന്ദിയോട് എന്ന് പറഞ്ഞ വണ്ടിത്താവളത്തിനടുത്ത് നന്ദിയോട് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് മീറ്റിംഗിന് ചെയ്ത് ദൈവവചനം ശുശ്രൂഷിച്ചു കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 10-25 ആളുകൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ടത്. 10-25ഓളം ആളുകൾ, സാധാരണക്കാരായുള്ള ആളുകൾ, എസ്പെഷ്യലി സാധാരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചാലൊക്കെ സ്ത്രീകൾ കടന്നു വരാറുണ്ട്. പുരുഷന്മാർ വളരെ ചുരുക്കമാണ്. പക്ഷെ ധാരാളം പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കടന്നു വന്ന് ആ നടു റോട്ടില് അവര് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവര് കടന്നു വന്നു. എല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. മിനിസ്ട്രിയെ ഓർത്ത് ദൈവമക്കൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കടത്തുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ നമുക്ക് വായിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 4:2. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. മതി, സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു 2-3 കൂട്ടം കാര്യങ്ങൾ വളരെ ശാന്തമായി സംസാരിച്ച് നമുക്ക് ദൈവവചനവുമായിട്ട് നമുക്കെല്ലാം വളരെ സുപരിചിതമായ 3-4 കൂട്ടം കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഞാൻ ആ തിരുവചനം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനത് വായിച്ചപ്പോൾ ഞാൻ സാധാരണയായി ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ മേഖലയിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ടുള്ളൊരു അവസരം ദൈവം തന്നപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ച് ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ഇതാണ്. ഇവിടെ നമുക്ക് കാണുകയാണ്, ഏലീശ അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു. സ്തോത്രം. നമ്മുടെ എല്ലാം ചിന്തയിലും നമ്മളെല്ലാം നോർമലി കേട്ടിട്ടുള്ളതും നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതും നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതുമായ കാര്യം, ആ സ്ത്രീയുടെ വീട്ടിൽ എന്താ ഉണ്ടായിരുന്നത്? ഹല്ലേലൂയ. 1 ഭരണി എണ്ണ ആണ് അവളുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. 1 ഭരണി എണ്ണ അവളുടെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അവൾക്ക് എടുത്തു കാണിക്കാനുള്ളത്. അവളുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് അവൾക്ക് എടുത്തു കാണിക്കാനുള്ളത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവര്, ഈ വിധവയായ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും ഒന്ന് ആക്കി വെച്ചിട്ട് നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ വീട്ടിലുള്ളത്, എന്താണ് നിന്റെ കയ്യിലുള്ളത്, എന്താണ് നിന്നിലുള്ളത് എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പറയാൻ തയ്യാറാകുമോ? ഒന്ന് ചിന്തിച്ചു നോക്കണമേ. അല്ലെങ്കിൽ 1 ഭരണി എണ്ണ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല. അവൾക്ക് ഇതും കൂടെ തീർന്നു കഴിഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഭരണി എണ്ണയും കൂടെ തീർന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം അവസാനിച്ചു. അവിടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഭാഗമാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. അപ്പോൾ എന്താ നിന്റെ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് നോർമലി പറയും നമ്മുടെ വീട്ടിൽ ബാക്കി ഒന്നുമില്ല, ഇത് മാത്രമുള്ള നമ്മൾ എന്ത് പറയും? നോർമലി നമ്മൾ പറയുന്നത് വരിക, എന്റെ വീട്ടിൽ ഒന്നുമില്ല. നോർമലി നമ്മുടെ വായിന്ന് വരുന്ന ഒന്നുമില്ല എന്നുള്ളൊരു വാക്കേ നമ്മൾ വരത്തുള്ളൂ. പക്ഷെ അതല്ല, അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അവളുടെ വീട്ടിൽ എന്തുണ്ട് എന്ന് അവൾ പറയാനായിട്ട് തയ്യാറായി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഇല്ലായ്മകളും നമ്മൾ ദൈവത്തോട് വന്ന് പറയാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മൾ ഒത്തിരി ഇല്ലായ്മകൾ നമ്മൾ ദൈവത്തോട് പറയാം. കർത്താവേ, എനിക്ക് അതില്ല, എനിക്ക് അങ്ങനെയില്ല, കർത്താവേ എനിക്ക് ആ കഴിവില്ല, എനിക്ക് ഈ കഴിവില്ല, കർത്താവേ എന്റെ വീട്ടിൽ അതില്ല, എന്റെ മോൻ ഇതില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല, എന്റെ ഹസ്ബൻഡിന് ഇതില്ല. നമ്മൾ ഇല്ലായ്മകൾ ഒരുപാട്
നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ സാക്ഷ്യത്തിൽ നമ്മൾ ദൈവമക്കളോട് പറയാറുണ്ട്, എല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ഇല്ലായ്മകളെ പറയുന്നതൊന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറയാൻ തയ്യാറാണ്. കർത്താവേ, എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, ഇതിനെ ദൈവമേ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവേ, എനിക്ക് പാടാനുള്ള ഒരു കഴിവാണുള്ളത്, കർത്താവേ അതിനെ നീ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് തരണമേ. സ്തോത്രം. ദൈവം നൽകിയിരിക്കുന്നതായ ഒരു കഴിവും ഒരു കൃപയും ഇല്ലാത്ത ഒരാളും ഇവിടെ ഇരിക്കുന്നില്ല. കർത്താവ്, നമുക്കറിയാം, ഒരു ക്രിക്കറ്റ് ടീം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കുമ്പോൾ 10 പേര് 11 പേരാണ് അതിൽ കളിക്കാനുള്ളതെങ്കിൽ, ആ ഒരു ടീമുമായിട്ട് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ അവർ ആ ടീമിനകത്ത് 2 or 3 പേരെ എക്സ്ട്രാ കൊണ്ടുപോകാറുണ്ട്. അവർ കളിക്കാൻ അറിയാൻ മേലാത്തവരായിട്ടല്ല, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അറിയാവുന്ന പക്ഷെ അവർ കളിക്കാൻ ഇറങ്ങത്തില്ല. അവരെപ്പോഴാണ് ഇറങ്ങുന്നത്? ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് പരിക്ക് പറ്റി എന്തെങ്കിലും ഒരു മേലാഴിക വരുമ്പോഴാണ് ഈ 11-12 ആൾ ഇറങ്ങുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവജനമായി, ദൈവമക്കളായി എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഒരാളെ പോലും എക്സ്ട്രാ ആയി ഗാലറിയിൽ ഇരിക്കാൻ വിളിച്ചിട്ടില്ല. കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് തന്റെ മഹത്വമുള്ള ശുശ്രൂഷ ശക്തിയോടെ ചെയ്തെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി യഹോവ നിസ്സിയിലെ ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പേഴ്സണലി, ഇൻഡിവിജ്വലി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ടെന്ന് ഇന്ന് രാത്രികാലം മറന്നു പോകരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിലെ തിരുവചനത്തിൽ കൂടെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യഹോവ നിസ്സിയില് എന്താ പറയാ, ഒരാള്, ഞാനിപ്പോ ഇതിനകത്ത് കാണുന്ന പേര് വെച്ചോണ്ട് ഞാൻ പറയാം, റീന സിസ്റ്റർക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, പുള്ളിക്കാരത്തി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഷിനു സിസ്റ്റർ പറയുക, ഞാൻ അത് ചെയ്യില്ല, അത് അവൾക്കുള്ളതാണ്, അവള് ചെയ്യട്ടെ. ഞാൻ അങ്ങനെ അവളത് പറഞ്ഞു, ക്ഷമിക്കണേ, അങ്ങനെ അത് ഇന്നാൾക്കുള്ളതാണ്, ഇന്നാൾ ചെയ്യട്ടെ, അല്ലെ ആ സിസ്റ്റർക്കുള്ളത് അവരത് ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ, ബിൽസി സിസ്റ്റർ പ്രാർത്ഥനക്കാരി, പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കട്ടെ, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുക? നോ, അങ്ങനെ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന പലയിടത്തുമുള്ള കാര്യമാണ്. ഈ ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞങ്ങള് പരസ്യയോഗവുമായിട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, ഞങ്ങൾ പരസ്യയോഗത്തിന് പോകാൻ വേണ്ടി എല്ലാവരും ചിലപ്പോൾ നാളെ കഴിഞ്ഞ് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിൽ, സെന്ററിന്റെ ഗ്രൂപ്പിനകത്ത് എഴുതിയിടും. എന്ന് വെച്ചിട്ട് പോകുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ വണ്ടി, ഒരു വണ്ടിക്കകത്ത് കൊള്ളാന്ന് പറഞ്ഞാൽ 5 പേരാ. ആ പോകുന്ന റൂട്ടിൽ ആദ്യമുള്ള 5 പേര് ഞങ്ങൾ കയറി. അപ്പൊ ഞങ്ങൾ അങ്ങ് പോകും. അപ്പൊ ഞങ്ങൾ പിന്നെ പറച്ചിലായി, അവർ 5 പേരാണ്, അവർ ടീമായി. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പരസ്യയോഗം നടത്താനായിട്ട് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വിളിച്ച് വണ്ടിക്കൂലി കൊടുത്താലേ വരുവുള്ളൂ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. എന്താ പരസ്യമോ, അത് അവന്റെ പരിപാടി, അവനത് നടത്തട്ടെ. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ, ഞങ്ങളുടെ കൂടെയുള്ള ഒരു ദേവദാസൻ വിളിച്ചിട്ട് പറയുക, അതെ, അതിൽ ഒരു സെറ്റ് തന്നു വിടണം, തിങ്കളാഴ്ച ഞായറാഴ്ച ഒന്ന് തരണം, തിങ്കളും ചൊവ്വായി ഞങ്ങൾ ഒരിടത്ത് പരസ്യത്തിന് പോവാ. ഞങ്ങൾ ഒരിടത്ത് പോവുക, അതിന് ഞങ്ങൾ വന്ന തന്നെ കുഴപ്പം? നമ്മ തമാശയായിട്ട് ഞാൻ ചോദിച്ചാൽ ഞങ്ങൾ വന്ന തന്നെ കുഴപ്പം? ഞങ്ങൾ ഈ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ വേറൊരു യേശുവിനെയാണോ പറയുന്നത്? അല്ലല്ലോ, ഞങ്ങൾ വന്നാൽ എന്നാ കുഴപ്പമില്ല. അപ്പൊ ടീമായി. അപ്പൊ എല്ലാത്തിനും ടീം സ്പിരിറ്റ്, ഇതെല്ലാത്തിനകത്ത് സ്പിരിറ്റാ. എന്താ, ഇവര് 2 പേര് കൂടി ആ കാര്യം തീരുമാനിക്കുന്നത്, ഇവര് 4 പേര് കൂടി ആ കാര്യം. അപ്പൊ ബാക്കി നമ്മളൊക്കെ അവസാനം വന്നവരാ. സ്തോത്രം. ഈ ഗ്രൂപ്പിനകത്തൊക്കെ ഉണ്ട്, ഗ്രൂപ്പിനകത്തൊക്കെ ആഡ് ചെയ്തത് സീനിയോറിറ്റി ആയിട്ട് കണക്കാക്കിയിട്ടാ പറയുന്നത്. ഇവരെ ആദ്യം ആഡ് ചെയ്ത ആളുകളാ, ഞങ്ങളൊക്കെ അവസാനം വന്നവരാ. നിങ്ങളുടെ ചിരി കേട്ടിട്ട് ഇതിനകത്ത് ആരാണ്ടൊക്കെ അങ്ങനെ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം വന്നവരായാലും അവസാനം വന്നവരായാലും, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. എന്താണ് നിന്റെ വീട്ടിലുള്ളത്? നിന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയാണോ ഉള്ളത്? അത് പറയാൻ നീ തയ്യാറാവണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വരെയും നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ആ വീട്ടിലെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ എണ്ണയാണ്. ഇന്ന് രാത്രി ആ ചിന്തയൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി അവിടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണമേ, ആ വീട്ടിനകത്ത് എണ്ണ ഇരുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ആ വീട്ടിനകത്ത് എണ്ണ ഇരുന്നത് കൊണ്ട് ഏലിയാവോ, ഏലീശായോ, പ്രവാചകനോ, പ്രവാചക ശിക്ഷനോ, ശിക്ഷത്തിയോ, ആരെല്ലാം അതിലെല്ലാം പോയിട്ടും ആ വീട്ടിനകത്ത് എണ്ണ ഇരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് എപ്പോഴാ അതൊരു ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടതെന്ന് അറിയാമോ? പ്രവാചകൻ പറയുകയാണ്, അവിടെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, നീ വീട്ടിൽ നിനക്ക് എന്തെന്ന് ചോദിച്ചു. പിന്നെ അവിടെ പറയുകയാണ്, നീ ചെന്നിട്ട് അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങളൊന്നും കുറവായിരിക്കരുത്. പിന്നെ
നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. എന്താ ഇവള് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ വീട്ടിൽ പശുക്കറവിയില്ല. എൻ്റെ വീട്ടിൽ പശുക്കറവിയില്ല, പശുവില്ല, ആടുമില്ല, ഒന്നുമില്ല. ഞാൻ അയലോക്കത്തുള്ള വീടുകളിലൊക്കെ വീട്ടിൽ ചെന്ന് ചെറിയ അതേ പാല് ഒരു കൊച്ചു പാത്രത്തിനകത്ത് 1/2 ലിറ്റർ പാല് അപ്പുറത്തുനിന്ന് മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഞാൻ പറയുക, എനിക്ക് ഈ പാലെല്ലാം പാത്രത്തിലെല്ലാം നിറച്ചു വെക്കണം, പാത്രം തരണം കേട്ടോ. അവർ പറയും, രാവിലെ എഴുന്നേറ്റതിനകത്ത് കട്ടിലിൽ നിന്ന് താഴെ വീണിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നവർ പറയും. സ്തോത്രം. സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവർ പറയും. പറയാനായിട്ട് ഇവളൊട്ട് തയ്യാറാകത്തുമില്ല. പറയാനായിട്ട് ഇവൾ അങ്ങോട്ട് പോകത്തില്ല. ഞാനാണെങ്കിൽ നമ്മൾ പോകില്ല. നമ്മുടെ വീട്ടിൽ, കാരണം നമ്മുടെ കാഴ്ചയിലും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ദൃഷ്ടിയിലും ഇത് അസാധ്യമാണ്. ഇത് ഒരിക്കലും നടക്കത്തില്ല. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി തുനിയത്തില്ല. ഇനി അഥവാ മേടിച്ചോണ്ട് വരിക, നമുക്കറിയാം, ഈ എണ്ണ പകർന്നു കഴിഞ്ഞാൽ കുഴപ്പം. ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിനകത്ത് എണ്ണ പകർന്നിട്ട് ഇനി അഥവാ ഇതിനകത്ത് നിറഞ്ഞു വന്നില്ലെങ്കിൽ 2 പാത്രത്തിൽ കൂടെ പറ്റി ഉള്ള എണ്ണ പോകുമെന്നുള്ളതല്ലാതെ ഇത് കൂടാനായിട്ട് ഒരു സാധ്യതയില്ല. തല്ലിക്കൊന്ന നമ്മളാണെങ്കിൽ ഒരു കന്നാസിൽ നിന്ന് വേറൊരു കന്നാസിലോട്ട് നമ്മൾ ഒഴിച്ചു വെക്കത്തില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവളി, അവളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ കാരണമായത് പ്രവാചകൻ അവിടെ വന്നതുകൊണ്ടോ പ്രവാചക ശിഷ്യൻ അവളോട് പറഞ്ഞതുകൊണ്ടോ അവളുടെ വീട്ടിൽ എണ്ണയുണ്ടായത് കൊണ്ടോ അല്ല. അവൾ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായതാണ് അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ കാരണമായി തീർന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായാൽ, മുൻപോട്ടേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ, അസാധ്യതകളുടെ നടുവിൽ, നടക്കില്ലെന്ന് പറഞ്ഞതിന്റെ നടുവിൽ, ആമേൻ, പാസ്സാകില്ലെന്ന് പറഞ്ഞതിന്റെ നടുവിൽ, ഇനി സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ നടുവിൽ, ആമേൻ, ഇനി മുമ്പോട്ട് ആ പേപ്പർ വർക്ക് നടക്കില്ല എന്ന് പറഞ്ഞതിന്റെ നടുവിൽ ഒരിക്കൽ കൂടെ ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കുമെന്ന് പറയാൻ ആര് തയ്യാറാകുന്നു, അവർക്ക് വേണ്ടിയാണ് ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടാൻ പോകുന്നത്. സ്തോത്രം. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമായി ഓർപ്പിക്കുന്നു, അപ്ലിക്കേഷൻ കൊടുത്ത് മടുത്തുപോയ വിഷയത്തിനുമേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, മടുത്തത് മാറ്റിവെച്ച വിഷയമാണെങ്കിലും ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ, ഒരിക്കൽ കൂടെ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാൻ, ഒരിക്കൽ കൂടെ അതിന്റെ അകത്ത് നിന്റെ ഒരു പ്രവൃത്തി നടത്തുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഓർപ്പിക്കുക. നടക്കില്ലെന്ന് പറഞ്ഞ് നിർത്തിവെച്ച വിഷയത്തെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ റീഓപ്പൺ ചെയ്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. മനസ്സുണ്ടോ? അറയിൽ കടപ്പൻ. അവൾ എന്താ ചെയ്തേ? അവൾ അറയിൽ കടന്നു, കഥകടച്ചു. ഉണ്ടായിരുന്ന പാത്രത്തിലേത് മറ്റു പാത്രങ്ങളിലേക്ക് അവൾ പകർന്നു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അറയിൽ കടപ്പാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. വിഷയം ആർക്കാ? വിഷയം ബിൻസി സിസ്റ്റർ ആണെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അതിനുവേണ്ടി സുമി സിസ്റ്റർ വാതിലടച്ചിട്ട് അറയിൽ കടന്നിട്ട് കാര്യമില്ല. എന്റെ വിഷയമാണ്, എന്റെ വീട്ടിലാണ് ക്ഷാമം, എന്റെ വീട്ടിലാണ് ബുദ്ധിമുട്ട്, എനിക്കാണ് പ്രയാസമുള്ളത്, ഞാൻ അറയിൽ കടക്കും, ഞാൻ വാതിലടയ്ക്കും, ഞാനൊന്ന് വേറിട്ട് നിൽക്കാൻ തയ്യാറാകും, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കാൻ തയ്യാറാകും, ആമേൻ, ഞാൻ ചിലതൊക്കെ ഷെയർ ചെയ്യാൻ തയ്യാറാകുമെന്ന് ആര് പറയുന്നുവോ, സ്തോത്രം, അവർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി തീർച്ചയായും സർവശക്തനായ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. സ്തോത്രം. വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? ശൂന്യതകളെ മാറ്റാൻ ദൈവം തയ്യാറാണ്. പക്ഷെ സ്റ്റെപ്പ് എടുക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാണോ എന്ന് ഇന്ന് രാത്രികാലം ഒരിക്കൽ കുറഞ്ഞ് ചിന്തിക്കണമേ. ഇത് ഞാൻ ഭൗതികമായ ഒരു വർധനവിന് വേണ്ടിയോ ഭൗതികമായ ഒരു നന്മയുടെ വിഷയത്തിലോ അല്ല പറയുന്നത്. പ്രാർത്ഥനയിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന തീരാറായിരിക്കുകയാണോ? ആമേൻ. ഉപവാസം തീരാറായി, നിർത്താൻ പോവുകയാണോ ഉപവാസം? മതി, ഇനി മടുത്തു, ഇനി ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ഉപവസിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അടുത്ത വിഷയം തപ്പി ഉപവാസം നിർത്താൻ കാത്തിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ശൂന്യതകളെ മാറ്റുവാൻ മതിയായ ഒരുവൻ അടുത്ത് വന്നിട്ടുണ്ട്. അറയിൽ കടന്ന് വാതിലടച്ച് ചിലതൊക്കെ പകരാൻ. ആരോടാ പകരുന്നേ? ദൈവത്തോടാ പകരുന്നേ. ആമേൻ. ആരോടാ പകരുന്നേ? ദൈവത്തോടാണ് പകരുന്നത്. ചിലതൊക്കെ ദൈവത്തോട് പകരാൻ തയ്യാറായാൽ ലോകം പറയും, ഇവളുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ തമ്പുരാൻ പറയുമല്ല,
ആ എണ്ണ പകർന്നു കൊടുക്കാൻ മനസ്സുള്ള ഒരുവളുണ്ട് അവിടെ. സ്തോത്രം. ആ എണ്ണ പകർന്ന് മാറ്റിവെക്കാൻ മനസ്സുള്ള ഒരുവളുണ്ട് അവിടെ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ. തലമുറകളെ എന്തിനു വേണ്ടി ഇത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അവള് ആ പ്രവാചകനോട് പറഞ്ഞ ഒരു വാക്കും കൂടെ ഒന്ന് എടുത്തു പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തേക്ക് കിടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അവൾ എന്താ പറഞ്ഞത്? നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, നിനക്കറിയാം. ഇപ്പോൾ കടക്കാരൻ വന്ന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. സ്തോത്രം. ആർക്കെതിരെയാ വ്യാപാരം? ആർക്കെതിരെയാണ് വ്യാപാരം? ആർക്കെതിരെയാണ് ശത്രുവിന്റെ പോരാട്ടം? അല്ലെങ്കിൽ തലമുറകൾക്കെതിരെ വ്യാപരിക്കുന്ന അന്ധകാര ബന്ധനത്തിനുമേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. നിന്റെ തലമുറയ്ക്കെതിരെ വാതുകെട്ടി നിൽക്കുന്ന വിഷയത്തിന് മാറ്റം വരുത്തുവാൻ നീ അറയിൽ കടക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. റിഖമന വൈഡമന രബല രഗത്തിനിയാദര അന്ധേരെ ധീരമന രബൽക്കഥ രഗക്ഷി യാധന രബാരഗസ്യ അഠേദേ റിമനെ റിബൽഖദരഗടലഗക്ഷസ്യ അതരേധിമാന വൈഡവനവ രഗക്ഷിയാനതാരവ. നാളുകളായി ഹല്ലേലൂയ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നതാ. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നില്ല. എന്റെ ഭർത്താവായ നിന്റെ ദാസൻ അവൻ നിന്റെ ദാസനായിരുന്നെന്ന് നീ അറിയുന്നല്ലോ. ഞങ്ങൾ നിന്റെ വേല ചെയ്തതാ. ഞങ്ങൾ നിന്റെ നാമത്തിന് വേണ്ടി നിന്നതാ. ഞങ്ങൾ നിന്റെ നാമത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയതാ. ഞങ്ങൾ നിന്റെ നാമത്തെ ശക്തമായി ദേശത്തിൽ ഉയർത്തിയതാ. എന്നാൽ ഹല്ലേലൂയ കാലത്തിന്റെ പഴക്കത്തിങ്കൽ സാധ്യതകളൊക്കെ അസ്തമിച്ചു പോയി. കാലത്തിന്റെ പഴക്കത്തിങ്കൽ ഇല്ലായ്മകൾ ജീവിതത്തിന്മേൽ കടന്നു വന്നു. ഇല്ലായ്മകളുടെ നടുവിൽ എന്റെ തലമുറയെ നശിപ്പിച്ചു കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രി ഈ വിഷയത്തിനു മേൽ ഒരു പരിഹാരം വരുത്തണമേ എന്ന് ആര് പറയാൻ തയ്യാറാകുന്നുവോ നിന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അടിമകളാക്കുന്ന വ്യാപാരത്തിന് മുന്നിൽ അതിനോട് മത്സരിച്ചു നിന്നിട്ട് കാര്യമില്ല. ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അറയിൽ കടന്ന് വാതിലടച്ച് പകരാം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാളെയുടെ നാളുകളിലേക്ക് നന്മയെ നൽകി തരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാ. നാളെയുടെ നാളുകളിലേക്ക് എന്തിനു വേണ്ടിയാ ഈ നന്മ, ഈ എണ്ണയെല്ലാം പകർന്നു വെച്ച എന്തിനു വേണ്ടിയാ? വരും ദിവസങ്ങളിലേക്ക്, വരുന്ന മാസങ്ങളിലേക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് വേണ്ടി പകർന്നു കൊടുത്തു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, വരുന്ന നാളുകളിലേക്കുള്ളത് ചിലതൊക്കെ നന്മകളെ പകർന്നു തരുവാൻ അവൻ വിശ്വസ്തനാണ്. അറയിൽ കിടന്ന് വാതിലടയ്ക്കുവാൻ നാം തയ്യാറാകണം. അടുത്ത് വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 12-ാം വാക്യം. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിത് വായിച്ചപ്പോ ഭയങ്കര ശാന്തമായിട്ട് നമ്മളിത് വായിച്ചേ. ഈ ഒരു നിമിഷമേ എന്റെ പൊട്ടച്ചിന്ത പറയുക കേട്ടോ. ആ സ്ത്രീയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയില് നമ്മളിതൊന്ന് വായിച്ചു നോക്കി. ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കി. അവള് പറയുന്നത് എന്റെ വീട്ടില് ഒന്നുമില്ല. ഒന്നാമതേ ഒന്നുമില്ല. അതിനിടയിലെ ഒരുത്തം വന്നിട്ട് ഈ വർത്തമാനം പറയാനായിട്ട് വരുന്നത്. കാര്യം പ്രവാചകനാ സംഭവം ശരിയൊക്കെ തന്നെയാ, വലിയ കാര്യമൊക്കെയാ. പക്ഷേ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് എന്താ? അല്ലേ എലിയ അവളോട് വന്ന് പറയാ, ഇവന് തോടും പറ്റി എല്ലാം കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ചെന്ന് വന്നു കഴിഞ്ഞപ്പോൾ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. അവളെ വിളിച്ചിട്ട് പറയാ, എനിക്ക് കുടിക്കാൻ ആദ്യം പറഞ്ഞു ഇച്ചിരി വെള്ളം കൊണ്ടുത്തരണം. പിന്നെ വെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കിനും പറയാം, ഒരു കാര്യം ചെയ്യും, പോരുമ്പം ഒരടയും കൂടെ കൊണ്ടുവരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്നിട്ടാ പറഞ്ഞ്. അതുകൊണ്ട് ആ വാക്ക് മലയാളത്തിൽ എഴുതിയപ്പോഴത്തേക്കിന് എനിക്കൊന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളിക്ക് ആ ദേഷ്യം നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് അവൾ വായിച്ച ഒരു വാദ്യങ്ങളുണ്ട്. ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണമെന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. അവൾ അതിന്, നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടി മാവും തുരുത്തിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ ഒന്നുമില്ലെന്നാ പറഞ്ഞു. എനിക്ക് ഒരപ്പവും ഇല്ലെന്ന് പറഞ്ഞു. ദേഷ്യം വന്നിട്ടാ പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരപ്പവും ഇല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറയാൻ ചുരുക്കി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയുടെ നടുവിലാ ഞാൻ ചെയ്യട്ടെ. ഒരു പിടി മാവെന്ന് പറഞ്ഞാൽ, ഒരു പിടി മാവെന്ന് പറഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 3-4 ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ളതുണ്ട്. നമ്മുടെ ഭാഷ 4 ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു മാവ് മാത്രം വീട്ടിലുള്ളപ്പം വീട്ടിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാവിന്റെ കാര്യമേ മറന്നു പോകും. നമ്മൾ പൊതുവെ പറയാനുള്ളത് വീട്ടിലൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ ഇതിലെന്താ, നമ്മൾ ഒന്നുമില്ല എന്നുള്ളത് എളുപ്പത്തിൽ നമ്മളങ്ങ് പറയും.
ഇവിടെ പറയുന്നത് എന്താ? ഒന്നുകൂടെ പറഞ്ഞ് എളുപ്പത്തിൽ പറഞ്ഞ്, ചാകുന്നതിന് മുമ്പ് തിന്നാനുള്ള ഒരടയ്ക്കുള്ള ഒരു മാവ് മാത്രമേ അവിടെ വീട്ടിലുള്ളൂ. ലോകക്കാരുടെ കാഴ്ചപ്പാടിൽ, അല്ലേ എന്തിനേറെ നിന്റെ കാഴ്ചപ്പാടിൽ പോലും ഇതും കൂടെ കഴിഞ്ഞാൽ അടുത്ത് നീ കാത്തിരിക്കുന്നത് മരണത്തിനു വേണ്ടിയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, അല്ലെ അവസാനത്തെ അത്താഴം കഴിച്ച് മരിക്കാൻ കാത്തിരിക്കുന്നതിന്റെ അടുക്കലേക്കാണ് പ്രവാചകനേകൻ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പ്രവാചകനെ അടിച്ചിട്ട് പ്രവാചകനിൽ കൂടെ നിന്നോട് സംസാരിച്ചിട്ട് ആ ഒരു പിടി മാവിനെ ഒരു സീസണിലേക്കുള്ള മാവാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാ ഇന്ന് രാത്രി വന്നിച്ച് ചോദിക്കുന്നത്, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? നീ അത് പറയാൻ തയ്യാറാണോ? ഒരു പിടി മാവ് എന്റെ വീട്ടിലുണ്ടെന്നുള്ളത് പറയാൻ തയ്യാറാണോ? നമ്മൾ പലരും പറയാൻ തയ്യാറല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മൾ ഈ പല കാര്യങ്ങളും ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നന്മകൾക്ക് ഏത് വിഷയത്തിലായാലും നമ്മൾ അതിനെ എങ്ങനെ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമ്മൾ പറയാറുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ നമ്മളെ അധികത്തിന് വിചാരകനാക്കുന്ന ഒരു ദൈവം. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറിയ കാര്യമായിരിക്കാം, അത് നമ്മൾ വിശ്വസ്തയോടുകൂടെ ചെയ്താൽ തീർച്ചയായും ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ആദരിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞായിരുന്നോ സിസ്റ്റർ? പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ചാരിറ്റിയുടെ കാര്യത്തിൽ എൻ്റെ കയ്യിലേക്ക് ഒരു നന്മ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ഇന്നിപ്പം ബാഗ് മാത്രം ജസ്റ്റ് മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ ക്രമീകരിച്ചിട്ട് അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഞാനൊരു ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ കാര്യം എൻ്റെ സഭയിലെ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ്. ഈ ഞാൻ ഇതുവരെ ഇത്രയും നാൾ കേട്ടിരുന്നത് ഇവരോടൊക്കെ, അവരൊക്കെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാ. ഞാൻ ആ സഭയിൽ ചെല്ലുന്നതിന് മുമ്പ് തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സഭയിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സഭയിലെ ആളുകളെ പറ്റി എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്, പുള്ളിയുടെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടുന്ന കാര്യം ആലോചിച്ചാൽ മതി പറഞ്ഞു. ഈ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഈ അപ്പച്ചൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു, മോൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജിമിച്ചാ ഞാനിങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെ ഇങ്ങനെ എന്നോട് ചാരിറ്റിയുടെ കാര്യം, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ ഒരു ഹെൽപ്പ് അവർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതങ്ങനെ മേടിച്ച് കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുക. അത് നല്ലതല്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അച്ഛനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ഒരു പമ്മി പേടിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ അതിനെന്താ പാസ്റ്റർ, അതിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമലി ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം ഒന്നും എന്നോട് മിണ്ടിയില്ല. ഇന്ന് ഞാൻ ബാഗ് മേടിക്കാനായിട്ട് ഞാനും പാസ്റ്ററും കൂടെ ചെന്ന സമയത്ത് ചുമ്മാതെ ഞാൻ ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ, അയ്യോ പാസ്റ്റർ ഞാനന്ന് പറഞ്ഞല്ലോ, പാസ്റ്ററോട് പറഞ്ഞില്ല. അപ്പൊ പാസ്റ്റർ അത് ചെയ്തു എന്നല്ല ഞാൻ വിചാരിച്ചു. അത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, നാളെ അവിടെ ചെല്ലുമ്പോൾ ചർച്ച ചെല്ലുമ്പോഴത്തേക്കിനും പപ്പ ആ പൈസ തന്നേക്ക് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 10 പേർക്കുള്ളത് പാസ്റ്റർ മേടിച്ച് റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറുതായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറായ ഒരു ചെറിയ ഒരു കാര്യം, ഇത് ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്താൽ അടുത്ത സ്റ്റെപ്പ് വേറൊരാളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. സെയിം ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സാമ്പത്തിക നന്മയുടെ വിഷയം ഇതിങ്ങനെയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അധികമായിട്ട് ദൈവം നമ്മളെ കൂടി. ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ അവളുടെ ഒരട ഉണ്ടായിരുന്നതല്ല, പക്ഷെ ആ ഉണ്ടായിരുന്ന ഒരട അവൾ ആ ദൈവദാസനം കൊണ്ട് കൊടുക്കാൻ അവൾ തയ്യാറായി. സ്തോത്രം. ആ ദൈവദാസന് വേണ്ടി ആ ഒരു പിടി മാവും കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, അവള് കരഞ്ഞോണ്ടായിരിക്കും അപ്പം ഉണ്ടാക്കി. ഒടുക്കത്തെ ഒരു മാവും കുഴച്ച് അപ്പം ഉണ്ടാക്കി തിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അതും സമ്മതിച്ചില്ലെന്ന് വിചാരിച്ചോണ്ട് ചിലപ്പോൾ കരഞ്ഞോണ്ടൊക്കെ ആയിരിക്കാം, കൊച്ചിന് പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടും കരഞ്ഞോണ്ടും ഒക്കെ ആയിരിക്കാം അവൾ ചെയ്തത്. പക്ഷേ നമ്മൾ എങ്ങനെയാ കാണുന്നത്? ആ ഒരു പിടി മാവിനെ, ഹല്ലേലൂയ, ഒരു സീസണിലേക്കുള്ള ആട്ടയാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആമേൻ, നീ വാക്ക് കേൾക്കാൻ തയ്യാറായാൽ ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ഒരു തിണ്ണയും ഒരു ഡൈനിങ് റൂമും ഒരു അടുക്കളയുള്ള ഒരു വീടാണ് ഈ വിധവയുടെ വീടെങ്കിൽ, അല്ലെ ഈ സ്ത്രീയുടെ വീടെങ്കിൽ, ഏലിയാവ്, ഞാനിങ്ങനെ ചിന്തിക്കുക, ഏലിയാവ് ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുക. അന്ന് ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ല. അങ്ങനെ അന്ന് ഇയാൾ പോയി ഡൈനിങ് ടേബിൾ കണ്ടോന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. എന്റെ ചിന്ത പറയുക, എത്രത്തോളം ഇവിടെ പ്രാർത്ഥനയും അതിനുള്ള അല്ലെങ്കിൽ ഇവളുടെ പ്രവൃത്തിയും അതിനുള്ള മറുപടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാ, അടുക്കളയിലെ അടുപ്പും പാതകവും ഡൈനിങ് ടേബിളും തമ്മിലുള്ള ദൂരമാണ് ഇവളുടെ, എന്താ പറയാ,
ഇവളുടെ വിശ്വസ്തതയുടെ ദൂരം. ആ ഒരു ദൂരമാണ്, ആ ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം. ഈ അപ്പം ഉണ്ടാക്കി, ഈ അടയുണ്ടാക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് യജമാനന് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനെ പ്ലേറ്റിനകത്താക്കി യജമാനന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഒരുവള് മനസ്സ് കാണിച്ചതാണ്. തിരിച്ചവൾ ചെന്നപ്പോ കണ്ടത് നിറഞ്ഞ കലമാ കണ്ടത്. തിരിച്ചവൾ ചെല്ലുമ്പോ കാണുന്നത് നിറഞ്ഞ കലമ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇല്ലായ്മകളുടെ നടുവിലും പ്രൈസ് ദി ലോർഡ്, പ്രത്യേകാൽ യഹോവ ചാരിറ്റി പ്രവർത്തനത്തിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം വായിച്ച് പഠിച്ചപ്പോൾ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതായ കാര്യം ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ആരംഭിച്ച ആ പ്രവൃത്തിയിൽ ഒരു തുള്ളിയെങ്കിലും എന്റെ കരത്തിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനത്തോടുകൂടെ ആർക്ക് പറയാൻ കഴിയുന്നു? ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക, ഡൈനിങ് ടേബിളിൽ നിന്നും തിരിച്ച് നീ അവിടേക്ക് ചെല്ലുമ്പോൾ, ഡൈനിങ് ടേബിളിൽ നിന്ന് തിരിച്ച് നീ സ്റ്റോർ റൂമിലേക്ക് ചെല്ലുമ്പോൾ, ഡൈനിങ് ടേബിളിൽ നിന്ന് തിരിച്ച് നീ അടുക്കളയിലേക്ക്, അടുപ്പും പാചകത്തിലേക്ക് ചെല്ലുമ്പോൾ അത്രയും ദൂരമേ ഉള്ളൂ നിന്റെ നന്മകൾ പ്രാപിച്ചെടുക്കുന്നതിനുള്ള ദൂരമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. കൈ അയച്ച് ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. ദൈവനാമത്തിന് വേണ്ടി ചെയ്തു കൊള്ളുക. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തിരിച്ചു ചെല്ലുമ്പോൾ റിസൾട്ട് കാണാൻ സർവശക്തനായ ദൈവം വഴിയൊരുക്കും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ എന്റെ കയ്യിൽ തന്നതുകൊണ്ട് ഞാൻ പറയുകയല്ല പ്രിയപ്പെട്ടവരെ. ദൈവനാമത്തിന് വേണ്ടി ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഒരു നേരത്തെ ആഹാരം, വയറിന് വിശപ്പടക്കുവാൻ ഒരു നേരത്തെ അപ്പമോ അടയോ അവർ കരങ്ങളിൽ കൊടുക്കുവാൻ ആ പ്രിയപ്പെട്ടവൾ തയ്യാറായപ്പോൾ ആമേൻ ഒരു സീസണിലേക്കുള്ളത് സർവശക്തനായ ദൈവം അവളുടെ കരങ്ങളിൽ കൊടുത്ത് മാനിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് പറയാൻ കഴിയണം, എന്റെ വീട്ടിൽ എന്താണുള്ളത്? എന്റെ വീട്ടിൽ ഒരു പിടി മാവേ ഉള്ളൂ, പക്ഷേ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൈവദാസന്മാര് 2-3 ദൈവദാസന്മാര് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ വലിയ സന്തോഷത്തോട്, വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ കാര്യമായിട്ട് ഭക്ഷണവും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചൊക്കെ വെച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന്, ഈ അടുക്കളയുടെ ഭിത്തിയോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത്, തൊട്ടുപുറത്ത്. ഞാൻ അടുക്കളയിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെ വെച്ചു. അവർ ചെയ്തിട്ട് പറയില്ല, അവര് ശ്രദ്ധിച്ചു, അവര് വേറെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അവരെല്ലാം കഴിച്ചു. ഞാൻ വന്ന് നോക്കുമ്പോൾ ചോറിരിപ്പുണ്ട് ശകലം ബാക്കി, ഒരു കറിയുടെ ശകലം ചാറ് മാത്രം ബാക്കിയുണ്ട്, ബാക്കി എല്ലാവരും കഴിച്ചു. അവർ കഴിച്ചിട്ട് കുറ്റം പറയല്ല, കഴിച്ചതിന് കുറവോ അല്ലെ കഴിച്ചത് മോശമായി പോയെന്ന് പറയല്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്ത നാളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ആ ചാറ് കറി ഒഴിച്ച് ഞാൻ അവിടെ അവസാനമായിട്ട് അടുക്കളയിൽ പോയിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചു. പക്ഷേ ഇന്ന് ഞാൻ പറയട്ടെ, ഓരോ വീടുകളിൽ ചെല്ലുമ്പം അവർ നമുക്ക് കൊണ്ടുതരുന്ന ഭക്ഷണം കാണുമ്പോൾ, അവർ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതരുന്നതായ അനുഗ്രഹകരമായ അനുഭവങ്ങളൊക്കെ കാണുമ്പം നമുക്ക് അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്തെങ്കിൽ, ഒരു കാലത്ത് ദൈവനാമത്തിന് വേണ്ടി ചെയ്തെങ്കിൽ, പ്രിയപ്പെട്ടവര്, എനിക്ക് കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരോ ഗിഫ്റ്റ്, നമ്മുടെ അച്ചായന്മാര് വന്നപ്പോഴത്തേക്കിന് അവർ ഗിഫ്റ്റ് കൊടുത്ത പൈസയും കൊണ്ട് പിള്ളേര് ഞാൻ അറിയാതെ സർപ്രൈസ് ആയിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും എനിക്കൊരു വാച്ച് അവർ മേടിച്ചു വെച്ചു. എനിക്ക് വാച്ച് കിട്ടിയത് കൊണ്ട് പിള്ളേർ, കൊച്ചുങ്ങൾ രണ്ടുപേരും കൂടെ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവര് അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു ചേച്ചിയെ അവരെ കൊണ്ട് ഇവിടെ അടുത്ത് മൈജി എന്ന് പറഞ്ഞ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞ് ഇവർക്ക് 2 പേർക്കും കൊടുത്ത് 500-1000 രൂപ ഇവര് പുള്ളിക്കാരത്തിലേക്ക് കൊടുത്ത് ആളെ വിളിച്ചു വരുത്തി ഒരുപാട് ഇവര് ബുദ്ധിമുട്ടി സാധനം മേടിച്ചു. പക്ഷെ ഈ വാച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം വന്നത് അതുകൊണ്ട്, കൊച്ചുങ്ങൾ വാച്ച് തന്നല്ലോ എന്നുള്ള സന്തോഷത്തിലല്ല. ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വാച്ച് കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ, ഞാൻ നാറ്റുനോറ്റ് കിട്ടിയ എൻ്റെ വാച്ച് ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ വാച്ചില്ല. ഡൽഹി വെച്ചിട്ട് ഞാൻ എൻ്റെ വാച്ച് ഒരു പാസ്റ്റർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പാസ്റ്റർ വാച്ച് തന്നപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി, വേണ്ട പാസ്റ്റർ, ഇത് പാസ്റ്റർ ഇരിക്കട്ടെ, പാസ്റ്റർ കൈ വാച്ച്, ഇനി മീറ്റിങ്ങിനൊക്കെ പോകുന്നില്ല, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ പഴയ വാച്ച് കൊടുത്തു. ഇന്ന് വരെയും എനിക്കൊരു വാച്ച് മേടിക്കാൻ, ഒരു വാച്ച് കേടാകുന്നതിന് മുമ്പേ അടുത്ത വാച്ച് വാച്ച് തന്നുകൊണ്ട് നമ്മൾ ഏത് അളവിനാൽ അളക്കും? നമ്മുടെ മനസ്സാ പ്രിയപ്പെട്ടവരെ കർത്താവ് കാണുന്നത്. അത് ഭൗതികമായിട്ടായിക്കോട്ടെ, ആത്മീയമായിട്ടായിക്കോട്ടെ. നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ
നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ അയ്യോ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിട്ടു, ഇവരെ ഒരു നന്ദി പോലും നമ്മളോട് കാണിച്ചില്ലല്ലോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഈ നമ്മൾക്കൊക്കെ എസ്പെഷ്യലി പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുള്ളൊരു ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ചങ്ക് തകർത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ ഈ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചു പോകുന്ന പുള്ളി തിരിഞ്ഞു പോലും നോക്കത്തില്ല. പ്രത്യേകിച്ച് അത് കൂടാതെ നമുക്കിതുപോലെ ഒരു സാഹചര്യം വരുമ്പോ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യത്ത് പോലില്ല, എന്നാ പറ്റിയെന്ന് പോലും നമ്മളോട് ചോദിക്കത്തില്ല. സ്തോത്രം. ഈ ഇന്നലത്തെ ആ ഒരു മീറ്റിങ്ങിനിടയിലുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ധാരാളം ആളുകൾ എന്നെ വിളിച്ചു. ഒരുപാട് എന്നെ അറിയാവുന്ന പലരും മെസ്സേജ് അയച്ചും വിളിച്ചു. എല്ലാവരും പറഞ്ഞു ആ സാറുള്ള ദൈവം, എന്നാലും അതിനിടയിൽ ദൈവം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയണം, നമ്മൾ അങ്ങനെ നിൽക്കണം, ഇതെല്ലാം പറഞ്ഞു. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത്, നിങ്ങളൊക്കെ പ്രശസ്തിക്ക് വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നറിയാം. പെന്തക്കോസുകാരാ പറഞ്ഞേ, യാക്കോബുകാരനോ ഓർത്തഡോക്സുകാരനോ പറയാൻ രസമുണ്ടായിരുന്നു. പെന്തക്കോസുകാരൻ പറഞ്ഞു നിങ്ങളൊക്കെ പ്രശസ്തിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു $250 വന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വന്നെന്ന് പറയാം. പ്രശസ്തിക്ക് വേണ്ടിയല്ലേ അന്നേരം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. സന്തോഷിച്ചോട്ടെ, പുള്ളിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിന്റെ ഒന്നും കാര്യമില്ല. നമുക്കതൊന്നും അല്ല വിഷയം. നമുക്ക് പ്രശസ്തിയോ പേരോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വായിക്കാത്തൊരു ഈച്ച പോയാൽ തീരാവുന്ന കൃപയേ ഉള്ളൂ നമ്മുടെ. ഭയങ്കര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വായിക്കാത്തോടെ ഒരു ഈച്ച വീണാൽ അവിടെ തീർന്നു അവന്റെ പ്രസംഗം, അത്രേ ഉള്ളൂ. നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നത്? സ്തോത്രം. വീട്ടിൽ എന്തുണ്ട്? ഒരു പിടി മാവുണ്ട്. ഇത് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മുടെ പ്രാർത്ഥനയുടെ ആയിക്കോട്ടെ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളൊരു വിഷയം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിരി വരാം ആ വിഷയം പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടിയൊക്കെ എന്നെ പ്രാർത്ഥിക്കാനും, പക്ഷെ എങ്കിലും അതിനുവേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതം നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണം എന്താണ് വീട്ടിലുള്ളത്? ഒരു പിടി മാവാണോ? നോ, ഞാൻ പറയും മാവല്ല, ഒരു പിടി മാവല്ല. അതുകൊണ്ട് അടയുണ്ടാക്കി കൊടുക്കാനുള്ള മനസ്സ്, അതാണ് എനിക്കുള്ളത്. ആ മനസ്സ് എനിക്കുണ്ട് എന്ന് പറയണം. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം, നിന്നയാകാമായിരുന്ന ഒറ്റപ്പെടാമായിരുന്ന സാഹചര്യം കർത്താവ് മാറ്റിത്തരും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു വീട്, ആ വീട്ടില് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ആ വീട്, അങ്ങനെ ഒരു വീട് നമുക്ക് വേണ്ട. കാരണം ആ വീടിനെ പറ്റി പറയുന്നത്, ആ വീട്ടിൽ യേശുവിനെ എങ്ങനെ പിടിക്കണമെന്നുള്ള ഗൂഢാലോചന നടത്തിയ വീടാ. സ്തോത്രം. ഇന്ന് നമ്മുടെ പല വിശ്വാസ കുടുംബങ്ങളും പല വിശ്വാസികളുടെ വീടുകളും ഇങ്ങനെയുള്ള വീടായി മാറുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. സ്തോത്രം. അക്സ വന്നതുകൊണ്ട് തന്നെ പറയാം, കോട്ടയത്തെ ഞങ്ങളുടെ ചർച്ചിലെ 1-2 വീടുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ 1-2 വീടുകളൊക്കെ ഈ ഗൂഢാലോചനയുടെ വീടുകളാണ്. അത് പറയുമ്പോൾ വേറൊന്നുമില്ല, ഒന്ന് എൻ്റെ പപ്പായുടെ പെങ്ങളുടെ വീടായിരുന്നു. ഞാൻ അവിടെ നിന്നാ പഠിച്ചേ. സന്ധ്യ ആകുമ്പോഴത്തേക്ക് 2-3 അച്ചാച്ചന്മാർ അവിടെ വരും. അവിടെ വന്നു വെച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, ഗൂഢാലോചന അവിടെ. അന്നേരം ഇതേ ടീം പോലെ തന്നെ അപ്പുറത്ത് വേറൊരു അച്ചാച്ചന്റെ വീടുണ്ട്, അവിടെ വേറെ 3-4 പേര് കൂടി വെച്ചിട്ട് പറയും മറ്റവരങ്ങനെ പദ്ധതി ഒരുക്കുന്നുണ്ട്, നമുക്ക് ഇത് ഗൂഢാലോചന. പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറയട്ടെ. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? എന്റെ വീട്ടിൽ ഗൂഢാലോചനയാണോ ഉള്ളത്? ഉറപ്പിച്ചു പറയാം, തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്റെ വീട്ടിൽ ഗൂഢാലോചന നടക്കാൻ ഞാൻ ശ്രമിക്കും. ഞാൻ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരാളെ പറ്റി ഇവിടെ സംസാരിക്കരുതെന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരാളെ പറ്റി ഇവിടെ പറയരുത്. ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ വിശ്വാസികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഒന്നും മിണ്ടാതെ പോരേണ്ടി വരും. കാരണം അവിടെ ചെല്ലുമ്പോഴെല്ലാം പറയുന്നത് നമ്മളെപ്പറ്റി, അവിടെ ഇല്ലാത്ത ആളെ പറ്റിയേ പറയുന്നുള്ളൂ. ഇവര് നമ്മളോട് ചോദിക്കുന്നത് അതേ പറ്റിയാ. അങ്ങനെ മടുത്ത് ചില വീടുകളിലൊക്കെ പോകുമ്പോണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിലെ ആന്റിയെ അല്ലെങ്കിൽ അച്ചാച്ചനെ കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. കാരണം അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ളത് അവർ പറയുന്നത്, നമ്മൾ ഇവരെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാലേലും അത് ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവര്, നമ്മുടെ വീട് ഗൂഢാലോചനയുടെ വീടായി മാറരുത്. നമ്മുടെ വീട് ഗൂഢാലോചനയുടെ വീടായിട്ട് മാറരുത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു കഥയാ അനുഭവം എന്നുള്ള രീതിയിൽ ഒരു കഥ പറയുക. ഈ ഒരു പ്രായമായ ഒരു അമ്മച്ചിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്
ഈ അമ്മച്ചിക്ക് കുപ്പി പ്ലേറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഭക്ഷണം മുഴുവൻ പോവും. അതിനുവേണ്ടി മോനും മരുമോളും കൂടെ ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യും, നല്ല ഇതിന്റെ പാളയുടെ പ്ലേറ്റ്, നല്ല പ്ലേറ്റുകൾ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ഒരു പാളയുടെ പ്ലേറ്റ് എടുത്തിട്ടാണ് ഇതിനകത്താണ് എല്ലാ ദിവസവും അമ്മച്ചിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അഥവാ ഒന്ന് താഴെ പോയാലും സാരമില്ല, വേറെ ചോറ് കൊടുത്താൽ മതി, അമ്മച്ചിയോട് സ്നേഹമില്ല എന്നിട്ട് ഒന്നുമല്ല, ഇവർക്ക് അമ്മച്ചിയോട് സ്നേഹം കൊണ്ട് കേട്ടോ, അമ്മച്ചിക്ക് എന്നും ചോറ് കൊണ്ട് കൊടുക്കുന്നു, കറി നല്ല കറികളെല്ലാം കൊടുക്കും, എല്ലാം ചെയ്യും. ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും ഈ അമ്മച്ചിയുടെ മോൻ നോക്കുമ്പോൾ ഈ മോന്റെ കൊച്ചുമോൻ 5-6 വയസ്സേ ഉള്ളൂ, ആ കൊച്ചുമോനും അവന്റെ പെങ്ങളും കൂടെ രണ്ടുപേരൂടെ കണ്ടത്തിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കിനും ഇവര് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവര് കുറെ പാളയുടെ കുഞ്ഞു 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 കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കും. അപ്പൊ ഈ എടുത്തോണ്ട് വന്ന് ഇവരിത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എടുത്ത് ഇവരുടെ സൈക്കിളൊക്കെ വെച്ചേക്കുന്നതിന്റെ അടുത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ പപ്പ ചോദിച്ചു, പപ്പ അടുത്ത് എന്തെങ്കിലും കളിക്കാൻ വേണ്ടി, എന്നാ കളിപ്പാട്ടം ഉണ്ടാക്കാനാ മോനെ ഇതുകൊണ്ട്? പപ്പായൊക്കെ പണ്ട് ഇതിൽ ഇങ്ങനെ പപ്പ ഇങ്ങനെ ഇരുത്തി വലിച്ചോണ്ട് പോകുമായിരുന്നു, പപ്പായെ ആന്റി ഇങ്ങനെ വലിച്ചോണ്ട് പോകുമായിരുന്നു, പപ്പ ആന്റിയെ വലിച്ചോണ്ട് പോകാന്നൊക്കെ പറഞ്ഞു പിള്ളേരോട് പഴയ കഥകളൊക്കെ പറഞ്ഞു. അന്നേരം കൊച്ചു പറഞ്ഞു, അല്ല പപ്പ, അതിനല്ല, അമ്മച്ചിക്ക് അമ്മച്ചിക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലേറ്റ് ഇങ്ങനത്തെ പ്ലേറ്റ് അല്ലേ? അപ്പൊ അപ്പനോർത്ത് കൊച്ചിന് അമ്മച്ചിയുള്ള സ്നേഹം കൊണ്ട് അമ്മച്ചിക്ക് വേണ്ടിയുള്ള പ്ലേറ്റ്. അല്ല, അമ്മച്ചി കഴിച്ച് കഴിഞ്ഞല്ലോ ഈ പ്ലേറ്റ് എല്ലാം പോകുമല്ലോ, അന്നേരം പപ്പായ്ക്ക് പ്രായമാകുമല്ലോ, അന്നേരം പപ്പായ്ക്ക് പ്രായമാകുമ്പോൾ നമുക്ക് പ്ലേറ്റ് കിട്ടുകയല്ലോ, അന്നേരം ചിലപ്പോൾ പാള ഇല്ലെങ്കിലോ, അതിനുവേണ്ടി ഞങ്ങൾ എടുത്തു വെച്ചേക്കുക. ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു 100% ഞാൻ പറയാം, അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നമ്മുടെ വീട്ടിനകത്ത് ഗൂഢാലോചന നടക്കുന്ന വീടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന ജോലിയുടെ 1/3 സാലറിയും കൂടെ കൂട്ടി എനിക്ക് പ്രൊമോഷൻ വന്നു. പക്ഷെ ആ സമയത്താണ് മമ്മിക്ക് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ആ ഒരു ഇത് വരുന്നത്. എനിക്ക് വീട് വിട്ടു പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി. ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ വേണ്ട. അവസാനം എനിക്ക് പ്രൊമോഷൻ തന്നില്ലെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യണമെന്നുള്ള സിറ്റുവേഷൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. റിസൈൻ ചെയ്ത് 5-6 മാസം ഞാൻ വെറുതെ ഇരുന്നതിന് ശേഷം വീണ്ടും ഒരിടത്ത് ഞാൻ 8-9 ബ്രാഞ്ചിന്റെ ചുമതല ഉണ്ടായിരുന്ന ഞാൻ ആ പോസ്റ്റ് കളഞ്ഞു വെച്ചിട്ട് ഞാൻ ഒരു ബ്രാഞ്ച് മാനേജറായിട്ട് ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ കയറി. ഇത് എല്ലാവരും എന്നെ കളിയാക്കി. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇന്ന് ഞാൻ വിളിച്ചു എന്റെ കൂടെ അന്ന് വർക്ക് ചെയ്ത ഒരു സാറ്, ആളിപ്പോ എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളിപ്പം കേരളത്തിലെ നമ്പർ 1 ഏരിയ മാനേജറായിട്ട് ആള് നിൽക്കുക. അയാളെക്കാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം 100%. ഇവിടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം. പക്ഷെ ഇന്നും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഞാൻ എൻ്റെ മമ്മിയെ ഓർത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഞാൻ പറയാം, എനിക്ക് അതിനകത്ത് ഒരു സങ്കടവും ഇല്ല. ഇവിടെ ചെയ്യാൻ മമ്മിക്ക് 2 കൈയും മമ്മിക്ക് എത്ര പൊങ്ങത്തില്ല, ഇങ്ങനെ പൊങ്ങുകയില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഞാൻ വാരി കൊടുക്കണം, അല്ലെങ്കിൽ ഈ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന പിള്ളേരെ വാരി കൊടുക്കണം. ഞങ്ങൾ 3 പേര് ആരെങ്കിലുമാണ് വാരി കൊടുക്കുന്നത്. മമ്മിക്ക് വാരി കൊടുക്കും. കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായിട്ട് ഇത് തന്നെയാണ് സ്ഥിരമായിട്ട്. ഒരു നേരം ഭക്ഷണത്തിന്റെ സമയത്ത് ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാവും. ഒരു സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചത് വേറൊന്നുമില്ല. ഇന്നും നിങ്ങൾ ദൂരെ ജോലി ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കളെ പറ്റി, നാട്ടിലായിരിക്കും നമ്മുടെ മക്കളെ പറ്റി, നമ്മുടെ പപ്പായെ പറ്റി മമ്മിയെ പറ്റി ഒക്കെ നമുക്ക് ഭാരമുണ്ട്. ഇന്നും വിളിച്ചപ്പോഴും വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാത്തിന് ഇങ്ങനെ ആയ പറ്റില്ല, അവനെ പഠിപ്പിക്കണം, അവനെ നല്ല കൊച്ചിന് ഇളയ മോന്. അവൻ പഠിത്തം തുടങ്ങിയ സമയത്ത് കൊറോണയുടെ ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് പഠിത്തത്തിൽ വളരെ വീക്കാണ് ആ ഒരു കാര്യം കൊണ്ട്. അച്ഛൻ പഠിപ്പിക്കാത്ത കൊണ്ടാണ് അച്ഛൻ നല്ലപോലെ പഠിപ്പിക്കണം. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ബാക്കി എൻ്റെ കുഞ്ഞിനെ എനിക്ക് MBBS വരെ എത്തിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും, അവനെ നല്ല നിലയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും, സ്വന്തം അപ്പനും അമ്മയ്ക്കും ചോറ് വാരി കൊടുക്കാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവനെത്തണം. എൻ്റെ മമ്മിയെ, എൻ്റെ പപ്പായെ കുളിപ്പിക്കുന്നതിന് എനിക്ക് മടിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഇവിടെ ഞാൻ പറയാം, എൻ്റെ ഒരു പപ്പായുടെ അമ്മാച്ചനെ, അദ്ദേഹത്തിന് സോറിയാസിസ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖം വന്നു. അപ്പച്ചന്റെ പുറത്ത് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ തൊലി കൈ തെന്നി പോകുമായിരുന്നു തൊലി. ആ അപ്പച്ചന്റെ രണ്ട് ആമക്കളും ഒരു മോളും ഉണ്ട്. ഇവര് 3 പേരും അപ്പച്ചന് തൊടുക പോലും ഇല്ലായിരുന്നു. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഞാൻ ചെല്ലണം, പപ്പായുടെ അമ്മാച്ചനാ, ഞാൻ ചെല്ലണമായിരുന്നു അപ്പച്ചനെ എഴുന്നേപ്പിച്ചിരുത്തണമെങ്കിലും ഒന്ന് കുളിപ്പിക്കണമെങ്കിൽ, അപ്പച്ചനെ ഒന്ന് കഴുകി കൊടുക്കണമെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ചെല്ലണമായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്,
അത് ഞാൻ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്നില്ല. അങ്ങനെ ഇന്ന് ഞാൻ ചെയ്താൽ നാളെ എനിക്ക് ഒരു വയ്യായിക വരുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് അവർ അങ്ങനെ ആകണമെങ്കിൽ എന്റെ വീട് എങ്ങനത്തെ വീടായിരിക്കണം? ഗൂഢാലോചന ഇല്ലാത്ത വീടായിരിക്കണം. വേഗത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. സമയം പോയി. വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തില് നമുക്ക് കാണാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വീടാണ് ആ വീട്, കാനാവിലെ കല്യാണ വീട്. ആ കാനാവിലെ കല്യാണ വീട്ടില് നമ്മളോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ 2-3 പറ വീതം കൊള്ളുന്നതായ കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ വലിയ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി അതിനെ ഒന്ന് മാറ്റി വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അവിടെ കാനാവിലെ കല്യാണ വീട്ടില് ആ കൽപാത്രം ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നെങ്കിലും കോരി ഒഴിക്കാനായിട്ട് ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും യേശു അവിടെ ഇല്ലായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടില് കല്യാണ വീട്ടിലെ പോരായ്മ നികത്താൻ വെള്ളം ഉണ്ടായതുകൊണ്ടോ കൽപാത്രം ഉണ്ടായതുകൊണ്ടോ ശിഷ്യന്മാരുണ്ടായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ മുന്നേ കൂട്ടി യേശുവിനെ ക്ഷണിക്കുക. വെറുതെ യേശു വരത്തുമില്ല. യേശുവിനെ ക്ഷണിക്കുവാൻ നാം തയ്യാറാകണം. എന്താ? ശത്രു പറയും നാണം കെടാൻ തയ്യാറായിക്കോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം, ഞാൻ നാണം കെടത്തില്ല, കാരണം ഞാൻ ഒരുവനെ ക്ഷണിച്ചിട്ടുണ്ട്. അവൻ നാണം കെടുത്തുന്നവനല്ല. ഇതിന്റെ നടുവിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരുത്തനെയാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിനകത്ത് എൻ്റെ നാണക്കേട് മാറ്റുവാൻ, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ പോരായ്മ മാറ്റുവാൻ, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഇല്ലായ്മ മാറ്റുവാൻ ഞാൻ ഒരുവനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, വീട്ടിൽ എന്താണുള്ളത്? വീട്ടിൽ ഞാൻ ക്ഷണിച്ച ഒരുവനുണ്ട്. ആരെയാ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്? ഇന്ന് രാത്രി ചിന്തിക്കണം, നമ്മൾ ആരെയാ ക്ഷണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നാളെയുടെ നാളുകളിൽ വരുമെന്നറിഞ്ഞാൽ, സഹോദരൻ, ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് അടുത്ത മാസം ഒരു പ്രോബ്ലം ഉണ്ടാകുമെന്ന് ഇന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ആരെ ആണ് ആദ്യം സമീപിക്കുക? 100% ഉറപ്പിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ സീനിയറിനെ സമീപിക്കും. നിങ്ങളുടെ ടോപ്പിലുള്ള ആളെ കണ്ടേച്ച് പറയും, സാറേ അല്ലെ മാഡം, ഇന്ന ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം, എന്നെ ആ സമയത്ത് കൈവിടരുത്. ഇന്ന് രാത്രി പറയാം, ഒരു സീനിയറിനും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഉറപ്പിച്ച് പറയാം, യേശുവിനെ മുന്നേ കൂട്ടി ക്ഷണിക്കുവാൻ തയ്യാറായാൽ കൽപാത്രം പോരാ കേട്ടോ. കൽപാത്രം പോരാ. വെള്ളം കോരാനായിട്ട് ആളുണ്ടായാൽ പോരാ. നമുക്കൊക്കെ വിചാരമുണ്ട്, വെള്ളം കോരാൻ ആളുമുണ്ട്, കൽപാത്രവും ഉണ്ട്, വെള്ളവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ഭുതം തന്നെ നടക്കുമെന്ന്. നടക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അത്ഭുതമൊന്നും അങ്ങനെ തന്നെ നടക്കത്തില്ല. ദൈവം അവിടെ വന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു അതിന്റെ നടുവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, എന്റെയും നിങ്ങളുടെയും വിഷയത്തിന് നടുവിൽ, എന്റെയും നിങ്ങളുടെയും ഭാരത്തിന് നടുവിൽ, എന്റെയും നിങ്ങളുടെയും വേദനകളുടെ നടുവിൽ, എന്റെയും നിങ്ങളുടെയും ഇല്ലായ്മകളുടെ നടുവിൽ ഇന്ന് രാത്രി യേശു ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. നാം ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു വീടുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, ആമേൻ, ഹല്ലേലൂയ, 2-ാം വാക്യത്തിൽ ഒരു വീട് നമുക്ക് കാണാൻ കഴിയും. മർക്കോസിന്റെ മാളിക മുറി. സ്തോത്രം. നമുക്കൊക്കെ എസ്പെഷ്യലി പെന്തക്കോസുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മർക്കോസിന്റെ മാളിക മുറി എന്ന് പറയുമ്പോഴേ എന്താ, നമ്മളെയൊക്കെ കളിയാക്കി പറയുന്ന പോലെ സ്പ്രിങ്ങേലാകുന്ന മാളിക മുറി. പ്രിയപ്പെട്ടവരെ, അവിടെ അന്ന് അവർക്ക് ആ മാളിക മുറിയിൽ ദൈവസാന്നിധ്യം ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്നറിയാമോ? അവിടെ 3 കാര്യങ്ങളാണുള്ളത്. 1, അവർ ഒന്നിച്ചുകൂടി. 2, പരിശുദ്ധാത്മാവിന്റെ നിറവ്. 3, അവരുടെ മേൽ ചിലത് പതിയുവാൻ ഇടയായി. ഞാൻ വേഗത്തിൽ പറയട്ടെ, ഇന്ന് രാത്രി നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ഗ്രൂപ്പിനകത്ത്, നമ്മുടെ ടീമിനകത്ത്, നമ്മുടെ പ്രവർത്തനത്തിനകത്ത്, നമ്മുടെ സംഘടനയ്ക്കകത്ത്, നമ്മുടെ ഓഫീസിനകത്ത്, നമ്മളായിരിക്കുന്ന ഏത് സറൗണ്ടിങ്സ് ആണോ അതിനകത്ത് ഒരു ദൈവപ്രവർത്തി നടക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം വേണ്ടത് ഒന്നിച്ചു കൂടണം. സ്തോത്രം. ഇപ്പൊ നമ്മള് എല്ലാവരും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മള് എന്താ പറയാ, 6-7 പേര് ഇതിനകത്തുണ്ട്. നമ്മളെ 8 പേര് ഇതിനകത്തുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഇതിനകത്ത് ഒരുമിച്ചിരിക്കുകയാണെന്നുള്ളൊരു വല്ല ഉറപ്പുണ്ടോ? അക്ഷയ് ഇപ്പൊ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അക്ഷയ്ക്കേ അറിയത്തുള്ളൂ. ഞാനിത് പറയുന്നുണ്ടെങ്കിലും എന്റെ ഹൃദയവും എന്റെ നോട്ടവും ചിന്തയൊക്കെ എവിടെയാന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിലായിരിക്കാം നമ്മൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. 100% ഞാൻ അതിനെ മാനിക്കുന്നു. അതിനിടയിലും ആ ഒരു മനസ്സ് കാണിക്കും. നമ്മൾ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ഉള്ളുകൊണ്ട്
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയവുമായിട്ട് ഒരുമിച്ചാണോ വീട്ടിനകത്ത്? ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലര് ഞാൻ എപ്പോഴും കളിയാക്കാറുണ്ട്. എൻ്റെ മമ്മി, അതായത് അമ്മായിയമ്മ, ഈ ചർച്ചിലെ അക്ഷരറിയാം, ചർച്ചിൽ സാക്ഷ്യം പറയുമ്പോഴത്തേക്കും മമ്മി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നത്, ഞാൻ ചില പ്രത്യേക വിഷയത്തിന്, മമ്മി മിക്കപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ ചില പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, സഭയായി എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ ഞാന് കുറെ പ്രാവശ്യം കേട്ടത് തുടക്കത്തിലൊക്കെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം വന്ന ഉടനെ നമുക്കിട്ട് കൊട്ടേഷൻ അടിക്കാൻ തുടങ്ങിയെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മമ്മിയുടെ ആ പ്രാർത്ഥന അത്ര ശരിയല്ലല്ലോ. അന്നേരം ചോദിച്ചു, അതെന്നാ ശരിയല്ലാത്ത? ഞാൻ പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തൊട്ട അയലൊക്കത്തെ വീട്ടിലെ ആന്റി വീണ് കാലൊടിയണമെന്നാണ് മമ്മി പ്രാർത്ഥിക്കുന്നത്. ഈ മമ്മിയുടെ മനസ്സിൽ അങ്ങനെയാ, എന്റെ തൊട്ട അയലൊക്കത്തെ അവൾ എനിക്കിട്ട് കുറെ പണിതിട്ടുണ്ട്, അതുകൊണ്ട് അവള് വീണ് കാലൊടിയണം. ഇതാണ് മമ്മിയുടെ മനസ്സിലുള്ള പ്രാർത്ഥന. മമ്മി ഞായറാഴ്ച കഴിഞ്ഞിട്ട് സഭയിൽ എന്നെ സാക്ഷ്യം പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. സഭയായിട്ട് എല്ലാവരും എന്താ പ്രാർത്ഥിക്കുന്ന? കർത്താവേ, എന്റെ ദാസി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്യണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുമിച്ച് കൂടല് തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു ഒരുമിക്കലായിരിക്കും. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മള് ഇപ്പൊ യഹോവ നിസ്സി എന്ന നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ, നമ്മൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ആത്മാർത്ഥതയോടെ ഒന്ന് നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയണം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് തുറന്ന് പറയാൻ നമ്മൾ തയ്യാറാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. തുറന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. തുറന്ന് പറയുന്ന വിഷയത്തിന് വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാവണം. നമ്മൾ അതിനകത്തൊരു എന്താ പറയാ, ഒരു ഹിഡൻ ആയിട്ടുള്ള ചില അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി എങ്കിലേ ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി അവർ ഒരുമിച്ച് കൂടി, ആ ഒന്നിച്ചു കൂടി എന്ന വാക്കിനകത്ത് അവരുടെ ഐക്യതയെ അവിടെ കാണിക്കുക. ഒന്നിച്ചു കൂടി എന്നുള്ള അവരുടെ ആ വാക്കിനകത്ത് ഐക്യത, അങ്ങനെ ഒന്നിച്ചു കൂടിയത് കൊണ്ടാണ് അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേൽ വ്യാപരിച്ചത് കൊണ്ടാണ് ആ മാളിക മുറിക്കകത്ത് അവരുടെ മേൽ അഗ്നിനാവ് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിയുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നതിന് കാരണമായി തീരട്ടെ. വിഷയങ്ങളുടെ മേൽ മറുപടികൾ പ്രാപിക്കുന്നതിന് കാരണമായി തീരട്ടെ. വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? എനിക്ക് ഐക്യതയുണ്ട്. വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? എന്റെ വീട്ടിൽ പരിശുദ്ധാത്മ നിറവുണ്ട്. വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? എന്റെ വീട്ടിൽ എന്റെ മേൽ പതിയുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. അതാണ് എന്റെ വീട്ടിനകത്തുള്ളത്. സ്തോത്രം. അങ്ങനെയുള്ള വീടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പല പ്രാർത്ഥനകളും പ്രാർത്ഥനയുടെ മറുപടികളും ഒക്കെ നടക്കാതിരിക്കുമ്പം നമ്മള് പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അയ്യോ, എന്റെ പ്രാർത്ഥന നടന്നില്ല, അയ്യോ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നത്, അവിടെ ഒരു വീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു വീട്ടിൽ അവര് എവിടെയാ? 12-12 വായിച്ച്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കണ്ടോ എവിടെയാ? ആരാ? ഇവിടെ നമ്മൾ മുകളിലേക്കുള്ള, നിങ്ങൾ പിന്നെ വായിച്ചാൽ മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കിനും ആമേൻ ഹല്ലേലൂയ എന്താ കാണുന്നത്? യഹൂദന്മാർ ചില പീഡിപ്പിക്കേണ്ടത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് ഇഷ്ടമായെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പത്രോസിനെ പിടിച്ചു. പത്രോസിനെ പിടിച്ചിട്ട് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുക. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുമ്പോ ആമേൻ സഭയായിട്ട് എല്ലാവരും എന്ത് ചെയ്തു? പേടിച്ചോടിയെന്നാണോ? അല്ല, അവര് പേടിച്ചോടുകയല്ല ചെയ്തത്. അവരെന്ത് ചെയ്തു? അവര് ആമേൻ ഹല്ലേലൂയ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ആമേൻ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു മർക്കോസിന്റെ വീടുണ്ട്, എനിക്കൊരു മറിയയുടെ വീടുണ്ട്, എനിക്കൊരു യഹോവ നിസ്സി പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്, എനിക്കൊരു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരുണ്ട് എന്നുള്ളൊരു ബോധ്യതയുണ്ടെങ്കിൽ പത്രോസേ, ഏത് കാരാഗ്രഹത്തെയും ഭേദിച്ച് പുറത്തു വരുവാൻ നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി പകരും. അവിടെ ഇങ്ങനെ 5-ാം വാക്യത്തിൽ കാണുന്നത്, സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ കിടക്കുന്നയാള്
അവൻ അതിനകത്തു നിന്ന് രക്ഷപ്പെട്ട് പറഞ്ഞെങ്കിൽ അവന്റെ കയ്യിലെ കാലയിലെ ചങ്ങല വിട്ടാൽ നമ്മൾ പ്രാർത്ഥന നിർത്തി. ചങ്ങല വിട്ടാൽ പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥനയുടെ മറുപടിയുടെ ഏതെങ്കിലും ഒരു സൈൻ കാണുമ്പോഴേ നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ കാണുന്നത് എന്താ? എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ മുമ്പിലെത്തണം. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി മുൻപിൽ കാണുന്നത് വരെ, കൺമുമ്പിൽ കാണുന്നത് വരെ അഭിഷേകത്തിന്റെ നിറവിൽ ആത്മാവിന്റെ ചൈതന്യത്തോടെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി അവൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരുന്ന കാരാഗ്രഹ സമാനമായ വിഷയങ്ങളെ മറുപടിയായി കൊണ്ടുവന്നു തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണെന്ന് ചില കാരാഗ്രഹ സമാനമായ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് ഗേറ്റും പട്ടാളക്കാരും ഒക്കെ ഉണ്ടായിരിക്കാം. ഇതൊക്കെ കടന്ന് ആമേൻ നിന്റെ മുമ്പിലെത്തുന്നത് വരെ പ്രാർത്ഥന നിർത്തരുത്. ഇന്ന് രാത്രി ചില കാരാഗ്രഹ സമാനമായ വിഷയങ്ങൾക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരാഗ്രഹം പോലെയാ അത് അടയപ്പെട്ടിരിക്കുക. ചില നിയമക്കുരുക്കിനകത്ത് അത് പെട്ടു നിൽക്കുകയാണ്. കാരാഗ്രഹത്തിലാക്കുന്നത് എപ്പോഴാ? നിയമം വഴി നോക്കി ആ നിയമപ്രകാരം ഒന്നുകിൽ ശരിക്കും അവൻ കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഇവൻ കുറ്റവാളിയായിട്ട് നിർഭാഗ്യവശാൽ തെളിയിക്കപ്പെട്ടു, ചെയ്യാത്ത കുറ്റത്തിന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ കാരാഗ്രഹത്തിനകത്താകും. ഇന്ന് രാത്രി ഓർപ്പിക്കുക, ഏതെങ്കിലും കാരാഗ്രഹ സമാനമായ നിയമപരമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ദൈവഹിതമായിട്ടോ ദൈവഹിതമല്ലാതെയായിട്ടോ നമുക്കെതിരെ കാരാഗ്രഹ സമാനമായ വിഷയങ്ങൾ ഉണ്ടാക്കി ചില നിയമക്കുരുക്കുകൾക്കകത്ത്, വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ചില നിയമക്കുരുക്കുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളെ ആമേ പ്രാർത്ഥിച്ചു. ഇന്നലകളിൽ ശരി തന്നെയാണ്, പക്ഷെ അത് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്യുക. അത് മുമ്പിൽ, കണ്ണിന്റെ മുമ്പിൽ വാതുക്ക വന്ന് കൊട്ടും. അവിടെ മുമ്പിൽ ഒരു ഭാഗം കൂടിയുണ്ട്, ഞാനത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ എന്താ കാണുന്നത്? രോധ എന്ന് പറയുന്ന സഹോദരി വന്നിട്ട് വാതിക്ക വന്നിട്ട് പത്രോസിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾ തുറക്കാതെ സ്ഥലം വിട്ടു. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, തുറക്കാതെ പോകുന്ന രോധ ആയിട്ട് മാറാനല്ല, അവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയല്ല. പോയി വാതിലിൽ മുട്ട് കേൾക്കുമ്പോൾ ഇതാ ഞാൻ പ്രാർത്ഥിച്ച എന്റെ പ്രാർത്ഥനയുടെ മറുപടിയായ പത്രോസിന്റെ വാതിക്ക വന്ന് നിപ്പുണ്ടെന്ന് വിശ്വാസത്തോടുകൂടെ പറയാൻ തയ്യാറായാൽ ഇന്ന് രാത്രി വ്യക്തമായി ഓർപ്പിക്കുന്നു, നിയമപരമായി നടക്കാത്ത ആ വിഷയം അസ്തുരാധന വൈഡമനക രഹസ്യാന ചൂടാമനവേ രകൽഖന്ദരഘടനകസ്യ ജീവാരബലവര വൈഡമാനകസ്തി ധേരേ ധീരമനബലവ രഹസ്യാന്തരാധവ അക്ഷേരേ ധീരബൽ ഖദാരഘടനകസ്യ അധാര രമന രബൽഖദരഘടനകക്ഷസ്യ. നിയമപരമായി നോക്കിയാൽ യാതൊരു സാധ്യതകളുമില്ല. നിയമം നിനക്ക് പ്രതികൂലമാണ്. അവൻ നിയമ വ്യവസ്ഥിതികൾ നോക്കിയാൽ ഈ വിഷയത്തിനകത്തൊരു പരിഹാരം തരാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നു, രാജ്യങ്ങളുടെ നിയമത്തെ മാറ്റി തന്റെ ജനത്തിനു വേണ്ടി ദൈവികമായ പദ്ധതികൾ ഒരുക്കിയെങ്കിൽ ആമേൻ ഹല്ലേലൂയ. യോസേഫിനെ അറിയാത്ത ഒരു ഫറവോൻ രാജപാലനം ചെയ്ത സമയത്ത് മടങ്ങി വരുവാൻ ഇടയായെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി അർപ്പിക്കുന്നു, നിനക്ക് വിരോധമായി നിന്ന രാജകീയ പദ്ധതികളെ സർവശക്തനായ ദൈവം തമ്പുരാൻ പൊളിച്ചെഴുതി ദൈവികമായ പദ്ധതികളെ നിയമക്കുരു കഴിയത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തിന്മേൽ നടത്തി തന്ന് മാനിക്കുവാൻ മതിയായ ദൈവമെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർപ്പിക്കുന്നു. നിയമപരമായ വിഷയത്തിനുമേൽ ദൈവം മറുപടി തന്ന് മാനിപ്പാൻ പോകുന്നു. പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥന മുടക്കരുത്. നിന്റെ വീട്ടിൽ എന്തുണ്ട്? എന്റെ വീട്ടിൽ പ്രാർത്ഥന മുഴങ്ങുന്നുണ്ട്. എന്റെ വീട്ടിൽ എന്തുണ്ട്? എന്റെ വീട്ടിൽ ആമേൻ ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതുണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ വീട്ടിൽ എന്തുണ്ട്? എണ്ണ മാത്രമേ ഉള്ളൂ, ശരിയാ, പക്ഷേ അത് വെറും പാത്രത്തിൽ പകരാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ വീട്ടിൽ എന്താണുള്ളത്? ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ആത്മസാന്നിധ്യത്തോടിരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ വീട്ടിൽ എന്താണുള്ളത്? എന്റെ വീട്ടിൽ യേശു വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെയാ കാണുന്നത്, ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു. ഗുരു വന്നിട്ടുള്ള വീട്ടിൽ മരണം സംഭവിച്ചാലും ലാസറേ പുറത്തുവാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുവാൻ മതിയായ ഒരുവനാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ദൈവകരങ്ങളിലേക്ക്
ഏൽപ്പിച്ചു കൊടുത്ത് ഗൂഢാലോചന നടത്തുന്ന വീടാണ് ഏതെങ്കിലും മേഖലയിൽ നമ്മുടെ വീടെങ്കിൽ അതിൽ നിന്ന് മാറി ഇപ്പറഞ്ഞ രീതിയിലുള്ള വീടുകളിലെ ഒരു വീടായി മാറുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എസ്പെഷ്യലി ഹവാനിസി എന്ന ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയും പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനയിൽ നിരന്തരമായി ഈ